ഗസയിലെ അൽ-മഖാസി അഭയാർത്ഥി ക്യാമ്പിന് സമീപത്ത് 1.5 വയസ്സുകാരനെ ഇസ്രായേൽ സൈന്യം കൊടും ക്രൂരമായ പീഡനത്തിനിരയാക്കി. ലോകം ഞെട്ടലോടെ കേട്ട വാർത്ത. കുട്ടിയുടെ പിതാവായ ഉസാമ അബു നാസറിനെ കുറ്റം സമ്മതിപ്പിക്കുന്നതിനായി കുഞ്ഞിനോട് സൈന്യം ക്രൂരത കാട്ടിയെന്നാണ് ഫലസ്തീൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. തൻ്റെ 1.5 വയസ്സുകാരനായ മകൻ കരീമുമായി സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനിടെയാണ് ഉസാമ അബു നാസറിനെ ഇസ്രായേൽ സൈന്യം തടഞ്ഞുവെച്ചത്. കുട്ടിയെ നിലത്തു കിടത്താൻ ആവശ്യപ്പെട്ട സൈന്യം ഉസാമയെ നഗ്നനാക്കി ചോദ്യം ചെയ്യുകയായിരുന്നു. പിതാവിന്റെ മുന്നിൽ വെച്ചാണ് കുഞ്ഞിനെ സൈനികർ ഉപദ്രവിച്ചത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം കുഞ്ഞിന്റെ കാലിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകളും ആണി തറച്ചതുമൂലമുള്ള ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. 10 മണിക്കൂറോളം തടഞ്ഞുവെച്ച ശേഷം റെഡ് ക്രോസ് മുഖേനയാണ് കുഞ്ഞിനെ ബന്ധുക്കൾക്ക് കൈമാറിയത്. പിതാവ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. തടവിലുള്ള പിതാവിന്റെ മോചനത്തിനായി അന്താരാഷ്ട്ര സംഘടനകൾ ഇടപെടണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു. സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മനുഷ്യാവകാശ സംഘടനകളുടെ ഭാഗത്തു നിന്നുയരുന്നത്. സാധാരണക്കാരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള ഇത്തരം അതിക്രമങ്ങൾ യുദ്ധക്കുറ്റമാണെന്ന് ഫലസ്തീൻ അതോറിറ്റി ആരോപിച്ചു. ഒരു പിതാവിനെ തങ്ങളുടെ വരുതിയിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കാൻ മാത്രം അധപ്പതിച്ച ഏതുതരം കുറ്റവാളികളാണ് ഇവരെന്നാണ് UN പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബനീസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ചോദിച്ചത്. അമേരിക്കൻ കോൺഗ്രസിന്റെ അടിയന്തര നടപടി ആവശ്യപ്പെടുന്ന അങ്ങേയറ്റം നിന്ദ്യമായ അതിക്രമമെന്നാണ് കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് വ്യക്തമാക്കിയത്. 2023 ഒക്ടോബറിന് ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 72,000 കടന്നതായാണ് കണക്കുകൾ. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. 1,71,000-ലധികം പേർക്ക് പരിക്കേറ്റു. 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ മാത്രം ഇതുവരെ 680 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു.